ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇത് എൻ്റെ ഒരു ഞായറാഴ്ച ദിവസമാണ് കാണിക്കുന്നത്. ഞായറാഴ്ച ഓഫ് ഉള്ളൊരു ദിവസം ആയതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഞാൻ ലേറ്റ് ആയിട്ടാണ് എഴുന്നേക്കുന്നത്. തിരുവനന്തപുരത്ത് ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴ ഇൻ ദ സെൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴും ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനത്തെ മഴയൊക്കെ ഭയങ്കര റെയറാണ്. ഇടുക്കിയിലൊക്കെ വിളിച്ചപ്പോൾ അവിടെ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. ഡീപ്പ് ക്ലീനിങ് ഞാൻ എല്ലാ സൺഡേസിലുമാണ് ചെയ്യുന്നത്. വീക്ക് ഡേയ്സിൽ നമ്മൾ ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് രാവിലെ എല്ലാം ഒന്നും വൃത്തിയാക്കി വെച്ചിട്ട് പോകാനായിട്ടുള്ള ടൈമൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ വീക്കെൻഡിൽ എല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ബെഡ്ഷീറ്റ് വാഷ് ചെയ്യുന്നതും ചേഞ്ച് ചെയ്യുന്നതും റൂമിൽ അതുവരെ നിരത്തി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കുന്നതും എല്ലാം ഈ സൺഡേസിലാണ്. രാവിലെ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് പാട്ടൊക്കെ വെച്ച് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുമ്പോഴത്തേനും ചെയ്യാനായിട്ടുള്ളൊരു ഹാപ്പിനെസ് കൂടുമല്ലോ. എനിക്ക് പൊതുവെ അങ്ങനെ തോന്നാറുണ്ട്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതായിരുന്നു. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു പ്രോഡക്റ്റാണ്. ഇത് കാണുന്ന പോലെയല്ല, നമുക്ക് അത്യാവശ്യം ഒരുപാട് തുണികൾ ഇതിനകത്ത് ഉണങ്ങാനായിട്ട് ഇടാൻ പറ്റും. ഇനി ഉണങ്ങാൻ മാത്രമല്ല, നമുക്ക് വെറുതെ വലിച്ച് വാരി ഡ്രസ്സുകളൊക്കെ അലക്കാനായിട്ടുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇടാനായിട്ട് പറ്റും. ഇതിങ്ങനെ മടക്കി വെക്കാനും പറ്റും. വീലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇറക്കി മാറ്റി വെക്കാനൊക്കെ പറ്റും. അങ്ങനെ റൂമൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തേ. ഞാൻ ആ ചെയറിൻ്റെ പൊസിഷൻ മാറ്റി ഇപ്പുറത്തേക്കൊക്കെ ആക്കി എല്ലാം ഒന്ന് അടുക്കി വെച്ചു. അപ്പോഴും മഴ പെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാലും ചെറുതായിട്ടൊന്ന് ചാറ്റൽ മഴയുണ്ടായിരുന്നേ. രാവിലെ തുടങ്ങിയ മഴയാണ്, രാത്രിയിലൊക്കെ പെയ്യുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ നാട് ഇടുക്കി കട്ടപ്പനയാണ്. കട്ടപ്പനയിലൊക്കെ അത്യാവശ്യം വെള്ളപ്പൊക്കമൊക്കെ ആയി എന്ന് പറഞ്ഞു. വെള്ളം കയറി കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും അതേപോലെ തന്നെ കിഴങ്ങേറിയായിരുന്നേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞാനൊന്ന് ബാലരാമപുരം വരെ പോകാനായിട്ട് റെഡിയായി. ബാലരാമപുരത്ത് പോയതിന് ശേഷം എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കും കൂടെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സാരി ആൾ തന്നെ അയച്ചു തന്നാണ്. അപ്പോൾ അതിനൊരു ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് ബാലരാമപുരത്ത് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോഴും മഴ ഇങ്ങനെ പെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു സ്റ്റേജായിരുന്നു. അതുകൊണ്ട് വെയിൽ കുറയുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ്. അങ്ങനെ ബാലരാമപുരം ചിത്രയിലെത്തിയേ. സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല അവിടെ. പിന്നെ വഴിപണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് മാങ്ങ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ചേച്ചിയുടെ വീട്ടിൽ ചെന്നേ. അവിടെ പോയി കുറച്ച് സമയം അവിടെ ഇരുന്ന് പാലട പായസമൊക്കെ ഉണ്ടാക്കി. അതൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി. ആഴ്ചയിൽ ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ ചുമ്മാ വലിഞ്ഞേറി ചെല്ലുമ്പോൾ ഒരു മനസ്സുഖമാണ്. ഇത് അവരുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്കൂളായിരുന്നു. ആ സ്കൂള് അടച്ചതാണ്. അവിടെ ഇപ്പോൾ കുറേ ഇങ്ങനെ ആനിമൽസിനെയൊക്കെ വളർത്തുന്നൊരു സ്ഥലമാണ്. പിന്നെ ദീപാവലിയൊക്കെ ആയതുകൊണ്ട് ചേച്ചിയുടെ കുട്ടികൾ കുറേയധികം പടക്കങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഓരോരോ വെറൈറ്റി, ഇപ്പോഴ് ഈ പടക്കങ്ങൾക്കകത്ത് ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ. നമ്മുടെ അവിടെയൊക്കെ കൂടുതലും ക്രിസ്മസ് ആണ് നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ അത് ദീപാവലിയൊക്കെ ഭയങ്കര സെലിബ്രേഷൻ ആയതുകൊണ്ട് അങ്ങനെ പടക്കമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വെച്ചേക്കാണ്. രാത്രിയിലാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. പിന്നെ ചെറിയ പോപ്പപ്പ് ഇല്ലേ, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും ചേച്ചിയുടെ മക്കളും കൂടെ ആയിട്ട് കുറേ നേരം അതൊക്കെ പൊട്ടിച്ച് കളിച്ച്. പോപ്പപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് പകലാണെങ്കിൽ ചെയ്യാമല്ലോ. അപ്പോൾ ചേച്ചി മുറ്റം തൂക്കാൻ തുടങ്ങുകയാണ്. അതിന് മുന്നേ മുറ്റത്തോടെ ഇട്ട് അതെല്ലാം പൊട്ടിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞ് വന്ന വഴിക്ക് ഞാൻ നെല്ലിമൂട് മാർക്കറ്റിൽ കയറി. ഇപ്പോൾ ഏകദേശം ഒരു സമയം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ തിരക്കൊക്കെ കുറഞ്ഞായിരുന്നേ. രാവിലെ ആണ് അവിടെ കൂടുതലും മീനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടിരിക്കുന്ന ചേച്ചിമാരൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇന്ന് എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ മക്കളും ഗൾഫിൽ നിന്ന് വരികയാണ്, വിസിറ്റിങ്ങിന് പോയിട്ട് വരികയാണ്. അപ്പോൾ അവർക്കുള്ള ഡിന്നർ പ്രിപ്പയർ ചെയ്യുകയാണ്. അങ്ങനെ ദോശയും അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ വെക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. ചിക്കൻ ഞാനിങ്ങനെ വറുത്തതിന് ശേഷമാണ് വെക്കുന്നത്. ഈ ദോശമാവ് ഈ ബാറ്ററി ഇളനാടിൻ്റെ ബാറ്ററി മേടിച്ചതാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ദോശയായിരുന്നേ. ഇങ്ങനെ സാറിന് നമ്മൾ കള്ളപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും കുറേ ഹോളുള്ള അപ്പമല്ലേ നമുക്ക് കിട്ടുന്നത്, അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു ഈ ദോശയെ. കണ്ട ഒരുപാട് ഹോളുണ്ടായിരുന്നു. പിന്നെ നല്ല വെള്ള കളറിലിരുന്നു. പൊതുവെ ഇവിടുന്ന് ദോശമാവ് മേടിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഉഴുന്ന് കൂടുതലായിട്ടാണ് തോന്നാറ്. പക്ഷേ ഇത് കറക്റ്റ് അളവായിരുന്നേ. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചുമ്മാ പുറത്തൊക്കെ ഇരുന്നപ്പോഴത്തേനും ദീപാവലിയുടെ ആഘോഷങ്ങളൊക്കെ എല്ലായിടത്തും പതുക്കെ തുടങ്ങി. അങ്ങനെ എല്ലായിടത്തും പടക്കങ്ങളൊക്കെ പൊട്ടാനായിട്ട് തുടങ്ങി. നല്ല ശബ്ദം ഉണ്ടായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്ലൈറ്റ് പോകുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റൊക്കെ പോകുമ്പോഴത്തേനും അത്യാവശ്യം താന്നിട്ടാണ് പോകുന്നത്. കൊച്ചിയിലോട്ട് നമുക്കിത് കാണുമ്പോഴത്തേക്കും ഒരു ക്യൂരിയോസിറ്റി അറിയാതെ എവിടുന്നോ വരുമല്ലോ. അങ്ങനെ അതൊക്കെ നോക്കിയിരുന്ന് കുറേ നേരം അങ്ങനെ ഇരുന്നേ. പിന്നെയും പടക്കങ്ങളൊക്കെ എല്ലായിടത്തും ഒരുപാട് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പടക്കം പൊട്ടിച്ചുള്ള ആഘോഷങ്ങളൊക്കെ
കാര്യമായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ അങ്ങനെ ഒന്നും സെലിബ്രേറ്റ് ചെയ്തില്ലേ, ഇവിടെ പിള്ളേരൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ ചിത്രയിൽ പോയപ്പോഴത്തേക്കിന് ഞാനൊരു ബോട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സിഗരറ്റ് ബോട്ടം. ഇത് നല്ല അഫോർഡബിൾ ആയിരുന്നു, 150 രൂപയായിട്ടുള്ളായിരുന്നേ. എന്തോ ഓഫറിൽ ഇട്ടതാണ്. മെറ്റീരിയലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിംഗ് ഉണ്ട്. വാഷ് ചെയ്താൽ ഇനി അതിന് എന്തെങ്കിലും ചുരുങ്ങോ എന്നുള്ളത് അറിയത്തുള്ളൂ. പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസാണ് ഇത് ഞാൻ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇതിന് ഏകദേശം ഒരു 200 അത്രയും പ്രൈസ് ആയതുള്ളേ. നല്ല ഫിറ്റിംഗ് ആണ് ശരിക്കും. നമ്മളൊരു മെറ്റീരിയൽ എടുത്ത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വാങ്ങുന്നതിന് കഴിഞ്ഞൊക്കെ നല്ല ഫിറ്റിംഗ് ആണ് ഇതിന് വരുന്നത്. ടോപ്പിൽ ഇങ്ങനെ ഒരു ചെറിയ ലേസ് പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത്. 200 രൂപയ്ക്ക് ഇത് നല്ല ലാഭമാണ്. ഉണ്ട്, സ്റ്റിച്ചിങ് ഒന്നും വേറെ അങ്ങനെ മോശം പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു ദിവസം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്